பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பொன்மகள் வந்தாள், பொருள் கோடி தந்தாள். பூமேடை வாசல் பொங்கும் தேனாக. നിർമ്മലേ നിർമ്മല നിന്റെ അപ്പൻ. എടാ എന്റെ പേര് നിർമ്മൽ എന്നാ. അത് വിളിക്കുമ്പോഴും നിർമ്മൽ എന്ന് മാത്രം വിളിച്ചാ മതി കേട്ടോ. അതൊക്കെ പോട്ടളിയാ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്റെ അളിയാ ഒന്നും പറയണ്ടടാ. എന്തു പറ്റി അളിയാ? എടാ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം ഒന്നും പഴയതുപോലൊന്നും അല്ല. ഇന്നലെ തന്നെ ഒരുത്തരം നാട്ടു റോട്ടിലിട്ട് പട്ടീനെ തലണ പോലെ തല്ലിയിട്ടും ഒറ്റൊരാണ് പോലും ചോദിക്കാനുണ്ടായില്ല. അറിയോ? നീ ഒരാണല്ലേ, നിനക്ക് ചോദിച്ചുകൂടായിരുന്നു. എടാ എന്നെ തന്നെ തല്ലിക്കൊല്ലുമ്പോ ഞാനെങ്ങനെയാടാ ചോദിക്കണത്? ഹായ് മീനു. അനുഷ. മീനു പൊക്കോ, നാളെ കാണാം. എന്നെ പറ്റിക്കരുത്, പോയേക്കണേ. അനുഷ എത്തിയിട്ടുണ്ട്. എന്താ അനുഷ വൈകിയത്? ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കാന്നറിയോ? ദേ 1 കിലോ ചോക്ലേറ്റിന് അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിക്കുട്ടനെ കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ എഴുതിച്ചതാ. മേടിക്കടി കള്ളി. ഇങ്ങോട്ട് കൊണ്ടുപോടാ. ആരത്? ഇത് അവിടെ അല്ല, അവിടെ അച്ഛൻ. അയ്യോ അനങ്ങിപ്പോറ്, നിന്റെ കാലിയോ ചവിട്ടി ഓടിക്കും. നിന്റെ ഈ പ്രമാണം ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്റെ സ്വന്തം തമ്പുരുതിന് നീ എന്നാടാ എന്റെ കൊച്ചിന്റെ പേര് മാറ്റാൻ തുടങ്ങിയത്? അനൂഷ. നിന്റെ തന്ത്രികൾ മീട്ടാൻ കാത്തിരിക്കുന്ന ഒരു കാമശാസ്ത്രികളാണ് ഞാൻ. രാമശാസ്ത്രി അല്ല, ശ്യാമശാസ്ത്രി. രണ്ടും ഒന്ന് തന്നെയാടാ. എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. വൃത്തികെട്ടവനെ, എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് നാളുകൾ കുറയായി. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വയലിൻ സോളോ കേൾക്കുന്നു. പക്ഷേ നിന്റെ അപ്പനുണ്ടല്ലോ, ആ കാലമാടൻ. എന്തുവാണ് എത്ര ചിരിക്കാൻ? നീ അനങ്ങരുത്. അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ പെരുമ്പറ കൊട്ടുന്നു. കുട്ടിക്കട ഞാൻ പെരുമ്പറ കൊട്ടിക്കാൻ. എന്റെ കരളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആ കാട്ടുപോത്തിനെങ്ങനാ നീ ഉണ്ടായത്? നിങ്ങൾക്കറിയണോടാ എങ്ങനെയാ പിള്ളേരുണ്ടാകുന്നതെന്ന്? അറിയിച്ചേരാടാ. വൃത്തികെട്ടവനെ. എടാ ഇതിന് പെൺപിള്ളേർ തട്ടാതെ മുട്ടാതെ നടക്കാൻ മേലെ. എടാ ബോംബെയിലെ ടെററിസ്റ്റുകളെ മൊത്തം പിടിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. സാറേ എന്നോട് കളിക്കണ്ട. സാറിന്റെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അവളെ കെട്ടിക്കൊണ്ട് പോകാനും എനിക്കറിയാം. പിന്നെ നീ അവളെ ഞൊട്ടിക്കൊണ്ട് പോകും. എടാ ഇവരെ പോലത്തെ നല്ല തറവാട്ടി പിറന്ന കുഞ്ഞുങ്ങൾ നിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഇപ്പൊ നിന്നെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എടാ പുല്ലേ, നാളെ എന്റെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കൻ കൂട്ടര് വരികയാണ്. നിനക്കാണത്തുണ്ടെങ്കിൽ അവളെ കെട്ടിക്കൊണ്ടു പോ. ഞാനാണാണോ പെണ്ണാണോ എന്നുള്ളത് നാളെ തീരുമാനിക്കാം. ഇപ്പൊ തീരുമാനിക്കാടാ. ഹലോ ഫ്രണ്ട്സ്, കുടിക്കൂ, ആർക്കെങ്കിലും കൊടുത്തേക്കൂ. അതാ അയ്യോ, സൈക്കിള്. സോറി. ഹലോ നിർമ്മൽ, എന്താ അറിയാ? നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ പഴയ സ്ഥലത്ത്. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.